സുജാതൻ നമസ്കാരം. കേരളത്തിലെ ഏറ്റവും മുതിർന്ന പത്രപ്രവർത്തകനായ സുജാതൻ ഒരു നീണ്ട യൂറോപ്യൻ പര്യടനത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിന് വരുന്നത്. കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സുജാതൻ അപ്പം അറിയുന്നുണ്ട് എന്നുള്ളവർ എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് ഇപ്പോൾ കേരളത്തിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ ഗണേഷ് കുമാറാണ്. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാറാണ്. അത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ചർച്ചയ്ക്ക് ഒരു വിഷയമായി മാറിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കേരളത്തിലെ ഒരു മദനകാമ രാജകുമാരനാണ്. ഗണേഷ് കുമാർ എവിടെയുണ്ടോ അവിടെയൊക്കെ പീഡനമുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ ഇതുണ്ടെന്നാണ് പൊതുവെയുള്ള സംസാരം. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഈ ദൂരെ നിന്ന് ഉള്ള ഈ ടെലിവിഷനിലും ഒക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. എന്തായിരിക്കും ഇങ്ങനെ ഒരു ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? അതിൻ്റെ സുജാതന് അറിയാമല്ലോ ഈ ഗണേഷ് കുമാറിനെ കുറിച്ച് നേരിട്ട് അറിയാമല്ലോ. ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നപ്പോഴും അതിനു മുമ്പ് MLA ആയിരുന്നപ്പോഴും ഒക്കെ. പ്ലീസ് ടെൽ മീ. ഗണേഷ് കുമാറുമായി എനിക്കൊരു സൗഹൃദമൊന്നുമില്ല, പക്ഷേ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം മന്ത്രിയായിരുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിലിം കരിയറും പൊളിറ്റിക്കൽ കരിയറും ഒക്കെ നമ്മുടെ ഈ കാലത്തെ സീസണൽ പൊളിറ്റീഷ്യൻസിൻ്റെ എല്ലാ സവിശേഷതയുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് അധികമായിട്ട് ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞ് വരുന്ന ഇതുപോലുള്ള സ്കാൻഡൽസും ഗോസിപ്പുകളും അതിലൊക്കെ കുറച്ച് വസ്തുതകളും ഉണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയെ പിണങ്ങിപ്പോകാനിടയായ ഒരു കുപ്രസിദ്ധമായ സംഭവം, ഡോക്ടർ യാമിനി തങ്കച്ചി. അതെ, അവർ തുറന്നു പറഞ്ഞിട്ടുള്ള ഗണേശനും അവർക്കും ഉണ്ടായ മകനെയുമായി കണ്ണീര് ഒലിപ്പിച്ചിറങ്ങി പോകേണ്ടി വന്ന, മന്ത്രിമന്ദിരത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്ന സ്ഥിതി. അത് പുറത്തുള്ള ഒരാൾ മകൻ്റെ സഹപാഠിയുടെ അച്ഛൻ വന്ന് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ കരണത്തടിക്കുന്നത് കാണാനിടയായി എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. അപ്പോൾ ആ സംഭവത്തിന് ശേഷം ഗണേഷ് കുമാർ ഒരുപാട് പശ്ചാത്താപ ലോലുപനായിട്ടൊക്കെയാണ് സംസാരിച്ചത്. പിൽക്കാലത്ത് അദ്ദേഹം വേറെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് സ്വസ്ഥനായിട്ട് കഴിയുന്നു. MLA ആയിരിക്കെ അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയിൽ മന്ത്രിയായി. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പൊതുസമൂഹത്തിലുണ്ട്. നല്ല മന്ത്രിയാണെന്ന് പറയുന്നവരുണ്ട്, എന്നാൽ KSRTCയിലെ ജീവനക്കാർക്ക് പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മദ്രാസ് ബേസ്ഡ് ഒരു ബിസിനസ്മാനുമായിട്ട് യാദൃച്ഛികമായി ഒരു വേദിയിൽ വെച്ച് കാണാനിടയായി. അദ്ദേഹം ഈ ബസ്സിൻ്റെ ബോഡി നിർമ്മാണത്തിൻ്റെ ഒരു ടെക്നോളജി അറിയാവുന്ന ഒരാളാണ്. ചെന്നൈയിലാണ് കമ്പനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ഒരു മോണോപ്പൊളി ബിസിനസ്സാണ്. അദ്ദേഹം ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞത്, ക്വിക്ക് ഡിസിഷൻ എടുക്കുന്ന ഇത്രയും സമർത്ഥനായ ഒരു മന്ത്രി നിങ്ങൾക്കുണ്ടല്ലോ എന്നാണ്. എനിക്കതൊരു ചിലൊരു ആശ്ചര്യത്തോടെയാണ് ഞാൻ കേട്ടത്. ഗണേഷ് കുമാറിനെ കുറിച്ച് ഇത്രയും മതിപ്പോടെ ഈ മനുഷ്യൻ സംസാരിക്കുന്നല്ലോ എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം എന്ന നിലയിലൊന്നും പറഞ്ഞതൊന്നുമില്ല, കേട്ടിരുന്നു. എനിക്ക് സന്തോഷം തോന്നി. ഗണേഷ് ഇടതുമുന്നണിക്കകത്ത് ഇങ്ങനെ ഒരു പേരുണ്ടാക്കിയെടുക്കുന്നതിൽ സന്തോഷം തോന്നി. പക്ഷേ പെട്ടെന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇതുപോലുള്ളൊരു സ്കാൻഡൽ ഇന്നിങ്ങനെ ആദ്യം സോഷ്യൽ മീഡിയയിലൂടെയും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും വന്നുകൊണ്ടിരിക്കുന്നു. വാളകത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥലം, കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള വാളകത്തെ വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ പാടില്ലാത്ത നിലയിൽ കണ്ടു എന്ന് ഭാര്യ അതിന് തെളിവ് ശേഖരിച്ചുകൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബിന്ദു മേനോൻ എന്ന ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ സഹധർമ്മിണിയാണ് ഈ കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് ഇടതുമുന്നണി ഗവൺമെൻറ്റിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി അസ്തമിപ്പിക്കാനോ എന്തെങ്കിലും രാഷ്ട്രീയ ദുരുദ്ദേശമോ ഉള്ള ഒരു സ്ത്രീയായിട്ടല്ല അവർ സംസാരിക്കുന്നത്. അത് അങ്ങനെ ഇല്ലെന്ന് അവർ ആവർത്തിച്ച് നിഷേധിക്കുന്നുമുണ്ട്. എങ്കിലും അവർ ഈ വിവരം ആദ്യം അറിയിക്കുന്നത് R. ശ്രീലേഖയാണ്. R. ശ്രീലേഖ രാഷ്ട്രീയമായി ഗണേശിൻ്റെയും ഇടതുമുന്നണിയുടെയും എതിർചേരിയിലുള്ള ആളാണ്. അവർ BJPയുടെ വട്ടിയൂർക്കാവിലെ നിലവിലെ കൗൺസിലറാണ്. ഇനി അവിടെ സ്ഥാനാർത്ഥിയാകാനും പോകുന്നു എന്ന് കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ അറിയിക്കാനുള്ള അവരുടെ ബാധ്യത എന്ന് പറയുന്നത് അവർ ബന്ധുക്കളാണ്. ശ്രീലേഖയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ബിന്ദു. അപ്പോൾ ആ നിലയിൽ അവർക്ക് ഒരു പോലീസ് ഓഫീസർ
ആയിട്ട് കേരളത്തിൽ DGP ആയിട്ടിരുന്നിട്ടുള്ള ആദ്യത്തെ വനിതാ DGP ആയിരുന്ന ആളിനെ ഈ ഇതുപോലുള്ളൊരു ക്രിമിനൽ സ്വഭാവമുള്ളൊരു സംഭവം കണ്ടപ്പോൾ അറിയിക്കണമെന്ന് തോന്നിയത് ഇതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ പോലും, ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പോലും ബിന്ദു പറയുന്നുണ്ട്, എനിക്ക് ആരുടെയെങ്കിലും സൽപ്പേര് കളയണമെന്നോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണമെന്നോ ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്നോ ഒരു ഉദ്ദേശവുമില്ല. കാര്യങ്ങൾക്ക് അതിൻ്റെ സത്യസ്ഥിതിയോടെ പുറത്തു വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ നിലയിലാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി ഗണേഷ് ഈ കാര്യത്തിൽ അദ്ദേഹം സത്യസ്ഥിതി വെളിപ്പെടുത്തണം. അതുമാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പ്രതികരിക്കണം. അത് ഒരു നടപടി എന്ന നിലയിലോ ആക്റ്റീവായിട്ടോ വെർബലായിട്ടോ അദ്ദേഹം പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിസഭയുടെയും അതുപോലെ ഇടതുപക്ഷ മുന്നണിയുടെയും ഇമേജ് സംരക്ഷിക്കുന്ന കാര്യത്തിലെങ്കിലും മുഖ്യമന്ത്രി അയാളോട് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്നില്ല? തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ ഒരു സാമാന്യ യുക്തിക്ക് ഇന്നത്തെ നിലയിൽ ഗണേശിനെ പോലെ ഇതുപോലെ പേര് ദോഷമുണ്ടാക്കി ഒരു മന്ത്രിയെ വെച്ചുകൊണ്ട് ഇടതുമുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രയാസമായിരിക്കും. ഇതുകൂടാതെ തന്നെ അനേകം കാര്യങ്ങളിൽ അന്തരാളഘട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി, പ്രത്യേകിച്ചും ഇടതുമുന്നണിയെ നയിക്കുന്ന പാർട്ടിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, വിമതന്മാരുടെ ശല്യം പാർട്ടിക്കകത്ത് പണ്ടത്തെ പോലെയല്ല CPM ഇപ്പോൾ. CPM-ൽ നിന്ന് എത്ര പേരാണ് ഇറങ്ങിപ്പോയത്? അപ്പോൾ ആലപ്പുഴയിൽ ഏറ്റവും അവസാനം സുധാകരൻ ഉണ്ടാക്കിയിരിക്കുന്ന അങ്കലാപ്പ്, ശശി പോയി, അല്ല KP ശശി പോയി, പിന്നെ ഐഷ പോറ്റി പോയി, 1 by 1 ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൻവർ പോയി, പിന്നെ സുധാകരൻ്റെ പ്രശ്നം. ഇതുകൂടാതെ പാർട്ടിയിൽ പേര് പറഞ്ഞാൽ അറിയാത്ത എത്രയോ ആളുകൾ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇടതുമുന്നണി മന്ത്രിസഭയിലെ ഒരു ആക്റ്റീവായ ഒരു മന്ത്രി പോലും ഇപ്പോൾ ദുഷ്പേരുണ്ടാക്കിയിരിക്കുകയാണ്. വെച്ചുകൊണ്ടിരിക്കാൻ മുഖ്യമന്ത്രി ഇഷ്ടപ്പെടത്തില്ല. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അത്ര നല്ല ഒരു തൃപ്തികരം ആയിട്ടുള്ള ഒന്നല്ല. ഇപ്പം അണ്ണാറക്കണ്ണൻ എത്രയായാലും മരം കയറ്റം മറിക്കില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് തൊട്ട് നല്ല നല്ല പേരുകളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഒരു പ്രമുഖ ദക്ഷിണേന്ത്യൻ സിനിമാ താരത്തിൻ്റെ രക്ഷകനാവുകയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തിന് ഇയാളെ ഇടതുപക്ഷ മുന്നണിയിൽ എടുത്തു? ഇടതുപക്ഷ മുന്നണി സുജാതിനെ അറിയാമല്ലോ, ഒരു ക്ലീൻ ഇമേജാണ് എന്നും പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2021 മുതൽ 2026 വരെ ഇടതുപക്ഷ മുന്നണി സ്ത്രീ വിഷയങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ചീത്തപ്പേര് കേട്ടിട്ടുണ്ട്. ഒരു MLA വരുത്തി വയ്ക്കാവുന്ന പരമാവധി ഡാമേജ് അദ്ദേഹം വരുത്തി വെച്ചിട്ടുണ്ട്. അവരുടെ റിക്രൂട്ട് ആയിട്ടുള്ള, ഞാൻ അയാളുടെ പേര് പറയാനില്ല, സുജാതൻ തന്നെ പറഞ്ഞോളൂ, അയാൾ എത്ര കേസിലാണ് പെട്ടിരിക്കണേ? ഫിലിം മീഡിയ അക്കാദമിയോ എന്തോ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്തൊക്കെ ആയിട്ടുള്ള. എന്താ ഇതിലെ അന്നേ മാറ്റാമായിരുന്നില്ല. അതിനിടയ്ക്ക് അവരുടെ വീട്ടിലെ കുഴപ്പം, ഈ ബാലകൃഷ്ണ പിള്ളയുടെ വീട്ടിലെ ബഹളം, ഈ ഇളയ ആങ്ങളെയും പിന്നെ ചേച്ചിമാരും തമ്മിലുള്ള ബഹളം, ഈ പശ്ചാത്തലത്തിൽ അയാളെ പണ്ടേ മന്ത്രിസഭയ്ക്ക് പുറത്തു വിടേണ്ടതല്ലായിരുന്നു? അത് ഇടതുമുന്നണി ഇതിൽ നിന്നൊക്കെ മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഒന്ന്, ഗണേശനെ ഇടതുമുന്നണിയുമായിട്ട് അടുപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇദ്ദേഹം ഒരു സെക്സ് സ്കാൻഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അത് സരിത കേസ്, സോളാർ കേസ്, ആ സോളാർ കേസിൽ പല അന്വേഷണങ്ങൾ വന്ന് ഉമ്മൻചാണ്ടിയെ എക്സോണറേറ്റ് ചെയ്തു ഇപ്പോൾ ഏറ്റവും അവസാനം. പക്ഷേ അതെല്ലാം കുക്കപ്പ് ചെയ്യുന്നതിൽ എൻ്റെ പിന്നിൽ ഗണേഷ് കുമാറിൻ്റെ കൈ ഉണ്ടായിരുന്നുവെന്ന് ഈ അടുത്ത കാലത്ത് പുറത്തു വന്നു. അത് മാത്രമല്ല, അതിൽ ഉൾപ്പെട്ടിരുന്ന ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട രാധാകൃഷ്ണൻ, സോളാർ പിന്നെ കേസിൻ്റെ അന്നത്തെ സരിതയും സോളാർ ഈ രാധാകൃഷ്ണൻ കൂടെയാണല്ലോ അതെല്ലാം ഉണ്ടാക്കി. ഈ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെതിരെ രംഗത്ത് വരുന്നതും അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഈ ആളുകളുടെ ഇന്ന് സംഭരിച്ച പൈസ കൊടുക്കാതെ കബളിപ്പിച്ചു എന്നുള്ള കേസൊക്കെ വരുന്നതും അതിനകത്തെ ഈ സാമ്പത്തിക ക്രമക്കേടിനെ
അതിര് കടന്നുകൊണ്ട് പിന്നീട് അതിൻ്റെ സെക്സ് സ്കാൻഡലിന് പ്രാമുഖ്യം കിട്ടി. അങ്ങനെയാണ് പിന്നീട് ശിവരാജൻ കമ്മീഷനൊക്കെ വരുന്നത്. ശിവരാജൻ കമ്മീഷനും ഇതുപോലെയുള്ള നാട്ടിൽ നടക്കുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കാനുള്ള അന്വേഷണവും റിപ്പോർട്ടും എല്ലാം ഉണ്ടാക്കിയത്. അതിൻ്റെയും പൈങ്കിളി വശമായ ഈ ലൈംഗിക ചൂഷണം ആണ് ആസ്വദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇടതുമുന്നണിയെ സഹായിച്ച രാഷ്ട്രീയ ഗുണമുണ്ടാക്കി കൊടുത്ത ഒരാളെന്ന നിലയിലാണ് UDF ഗവൺമെൻറ്റിൽ അംഗമായിരുന്ന ഗണേഷ് കുമാറിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഗണേഷ് കുമാറിന് ഇടതുമുന്നണിയിലേക്ക് പ്രവേശനം കിട്ടിയത്. അതായത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഗണേഷ് കുമാറിൻ്റെ വേറെ രാഷ്ട്രീയ പശ്ചാത്തലമോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇമേജോ ഒന്നും ഇടതുമുന്നണി ഉദ്ദേശിച്ചതേയില്ല. അവർക്ക് ഉമ്മൻചാണ്ടി എതിർക്കുന്ന ഒരാൾ, അയാളെ തോൽപ്പിക്കുവാനുള്ള കരുക്കൾ ഒപ്പിച്ചു കൊടുത്ത ഒരാൾ. ഓക്കെ, ഇദ്ദേഹം ഒരിക്കൽ അടുത്ത കാലത്ത് ഞാൻ കേട്ടിരുന്നു ധ്യാനം കൂടി മാനസാന്തരപ്പെടുകയൊക്കെ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ഏതോ പെന്തക്കോസ്റ്റ് മിഷൻ്റെ പ്രാർത്ഥനാ യോഗത്തിൽ പോയിട്ട്. അപ്പോഴെങ്കിലും നന്നാവും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടത്, ഇയാൾ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് വന്നതിന് ശേഷം പലതരത്തിലുള്ള ബസ്സുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ എന്താ ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഇറക്കാൻ പോകുന്നു. അതിനു മുമ്പ് തന്നെ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും സ്വിഫ്റ്റ് സർവീസുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ് പൊടി പൊടിച്ചത്. അപ്പോൾ ഒരു വിഷണറി മന്ത്രിയാണ്. പക്ഷേ ഈ കുഴപ്പം മറ്റേ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഒരു മിഷണറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഇടതുപക്ഷ മുന്നണിയുടെ ഇമേജിനെ കണ്ടുപോകാനും ദോഷം ചെയ്യും. പ്രത്യേകിച്ചും കേരളത്തിലെ വൻകിട പത്രങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇടതുപക്ഷ മുന്നണിക്കൊരു അവർക്കിപ്പോൾ തൽക്കാലം ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഭരണവിരുദ്ധ തരംഗം ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് എങ്ങനെയാണ് സുജാതനെ അനലൈസ് ചെയ്യണേ? അല്ല, അതിപ്പോൾ പഞ്ചായത്ത് നഗരസഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഭരണബാധ്യത എത്ര മാത്രം ഗുരുതരമാണെന്ന്. അതായത് ഏറ്റവും ഒടുവിൽ ഈ ഭരണപരമായ ബാധ്യതയുടെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിൻ്റെ ഹൗസിംഗ് സൊസൈറ്റിയിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് മാർക്സിസ്റ്റ് പാർട്ടി AKG സെൻറ്ററിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരം ആ സൊസൈറ്റിയിലേക്ക് അംഗങ്ങളാക്കി ചേർത്ത 2200 പേര് പോലും CPM-നെതിരെ LDF-നെതിരെ വോട്ട് ചെയ്ത് മുഴുവൻ സീറ്റിലും കോൺഗ്രസ് മുന്നണിയിലുള്ളവർ ജയിച്ചു. കോൺഗ്രസിന് ഒരു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് മുഴുവനും അതിൻ്റെ രസകരമായ ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് ഒരുപാട് ആനുകൂല്യം അടിക്കടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. DA കുടിശ്ശിക 3/4 കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ശമ്പള കമ്മീഷൻ ഏർപ്പെടുത്തി. ഇതൊക്കെ ഈ ആനുകൂല്യങ്ങളിലൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവും ജീവനക്കാർ മുഴുവനും ഗവൺമെൻറ്റിനെതിരായി. അപ്പോൾ അത് സാമാന്യന ജനങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളല്ലേ അതിലൂടെയും പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഭരണപരമായ ബാധ്യതയില്ലെന്ന് ഉള്ളത് അവരുടെ ഒരു വിശ്വാസം മാത്രമാണ്. ഓക്കെ താങ്ക് യു സുജാതൻ, താങ്ക് യു. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ LDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. എങ്ങനെയാണ് ഈ ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അതിനെ ആശ്രയിച്ചായിരിക്കും ജനങ്ങളുടെ സമീപനവും വോട്ടിംഗ് പാറ്റേണും എന്ന് വേണേൽ പറയാം നമുക്ക്. തീർച്ചയായിട്ടും.